1980 കോൺഗ്രസ് രണ്ടായി, എയും ഐയുമായി. എ ഞങ്ങളുടെ കൂടെയായിരുന്നു. അന്ന് KSUവിലെ എ വിഭാഗം SFIയുമായി സഹകരിച്ചു. അന്ന് ഞാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അന്ന് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ചെറിയാൻ ഫിലിപ്പായിരുന്നു. ഞങ്ങൾ KSU എയുമായി മുന്നണി ഉണ്ടാക്കിയതിൽ അതിശക്തമായി പ്രതിഷേധിച്ച ഒരാളാണ് ജി സുധാകരൻ. എന്നെ വിളിച്ചിട്ട് അന്ന് അദ്ദേഹം പറഞ്ഞത് ആലപ്പുഴയിൽ ഈ മുന്നണി ഉണ്ടാകില്ല എന്നാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അത്രത്തോളം കോൺഗ്രസ് വിരുദ്ധതയുള്ള ഒരു സഖാവ് എങ്ങനെ ഈ ഒരു മാനസികാവസ്ഥയിലെത്തി, എങ്ങനെ അദ്ദേഹത്തിൻ്റെ അനുജൻ രക്തസാക്ഷി സഖാവ് ജി ഭുവനേശ്വരൻ്റെ പേര് ഓർക്കാൻ സാധിക്കും? കുറ്റബോധം കൊണ്ട് ഓരോ ദിവസവും അദ്ദേഹം മാനസികമായി തകരുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ടറിയാം. ഞാനേറെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരാൾ കൂടിയാണ് സഖാവ് ജി സുധാകരൻ. ഞങ്ങൾ വിദ്യാർത്ഥി രംഗത്ത് ഒന്നായിട്ട് പ്രവർത്തിക്കുമ്പോൾ അത്രയും നല്ല മാനസിക ബന്ധങ്ങളുണ്ടായിരുന്നു. ആ സുധാകരൻ നേതൃത്വം കൊടുത്ത് വളർത്തിയെടുത്ത SFIയുടെ വളർച്ച KSUവിൻ്റെയും ABVPയുടെയും തകർച്ചയുടെ ഭാഗമായിട്ടാണ്. അതിന് നേതൃത്വം കൊടുത്ത ഒരാളാണ് സഖാവ് ജി സുധാകരൻ. അതിന് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവന എന്ന് പറയുന്നത് ഞങ്ങളാരും മറക്കില്ല. ഒരു രക്തസാക്ഷി കുടുംബമാണ് എന്ന് KSUക്കാർ പറയുമ്പോൾ, കോൺഗ്രസ്സുകാർ പറയുമ്പോൾ, KPCC പ്രസിഡന്റ് പറയുമ്പോൾ, പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ, രമേശ് ചെന്നിത്തല പറയുമ്പോൾ, ആരായിരുന്നു സുധാകരൻ്റെ അനുജനെ കൊലപ്പെടുത്തിയത്? ആ പ്രസ്ഥാനവുമായി എങ്ങനെയാണ് ജി സുധാകരന് ബന്ധപ്പെടാൻ സാധിക്കുക? ഒരു സംശയവും വേണ്ട, ജി സുധാകരൻ്റെ മനസ്സതിന് വിധേയമാകില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ അദ്ദേഹം എത്തും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ഏത് ഘട്ടത്തിലാണ് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടി മത്സരിക്കുന്നത്? ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, പ്രത്യേകിച്ച് ഇടതുപക്ഷ മുന്നണി ഏറ്റവും വലിയ പ്രതിസന്ധിയെയും വെല്ലുവിളികളെയും നേരിടുന്നൊരു ഘട്ടത്തിൽ എങ്ങനെ കോൺഗ്രസിൻ്റെ കൂടെ പോയി ഒരു സ്ഥാനാർത്ഥിയാകാൻ അദ്ദേഹത്തിന് സാധിക്കും? നല്ല ഗ്രാഹ്യത പ്രത്യയശാസ്ത്ര രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് ഉള്ള ഒരാൾ, പാർട്ടി പരിപാടിയോട് വിയോജിപ്പില്ല, പാർട്ടിയുടെ ആനുകാലിക രാഷ്ട്രീയ നയത്തോട് വിയോജിപ്പില്ല, സംഘടനാപരമായിട്ടുള്ള തത്വങ്ങളോട് വിയോജിപ്പില്ല എന്ന് പറയുന്ന സുധാകരന് പിന്നെ എന്തു പറ്റി? ആകെ പറ്റിയത് അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിന് സാധാരണ നിലയിൽ കഴിയില്ല. കാരണം പാർട്ടിക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തീരുമാനമുണ്ട്. 75 വയസ്സ് കഴിഞ്ഞ ഞങ്ങളെപ്പോലുള്ള പലരും സംഘടനാ രംഗത്ത് നിന്ന്, ഉത്തരവാദിത്വ പദവിയിൽ നിന്ന് ഞങ്ങളെല്ലാം ഒഴിവായത് പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനമായിട്ടാണ്, അല്ലാതെ ബോധപൂർവ്വം ഒഴിവാക്കിയതല്ല. ജി സുധാകരന് മാത്രം എന്തുകൊണ്ട് വിഷമത തോന്നുന്നു? അതും ഈ പ്രസ്ഥാനത്തിൻ്റെ അവിഭാജ്യ ഘടകമായ അതിശക്തനായിട്ടുള്ള തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ ശക്തനായിട്ടുള്ള ഒരു വക്താവ്, ഒരു കോമ്രേഡ്, ഒരു കേഡർ എങ്ങനെ ഈ സ്ഥിതിയിലേക്കെത്തി? അതും ഒരു രക്തസാക്ഷി കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരംഗം എങ്ങനെ ഈ രൂപത്തിൽ അധപ്പതിച്ചു? ഇത് മറുപടി പറയേണ്ടത് സുധാകരനാണ്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു അധികകാലം അദ്ദേഹത്തിന് ഇവരുമായി ബന്ധപ്പെട്ട് യോജിച്ചു പോകാൻ കഴിയില്ല. നിലപാട് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സ് തിരുത്തും, ശരീരം തിരുത്തും എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. മനസ്സിൻ്റെ ഉള്ളിൽ കുറ്റബോധം കൊണ്ട് തളരാത്ത ഒരു ദിവസവും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഉണ്ടാകില്ല എന്ന് അദ്ദേഹത്തെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവരുടെയും സ്ഥിതി അങ്ങനെ തന്നെയായിരിക്കും. പാർട്ടിയെ വഞ്ചിക്കുന്ന തൊഴിലാളി വർഗ പ്രതിബദ്ധതയും അതുപോലെ തന്നെ തൊഴിലാളി വർഗ കൂറുമുള്ള ഒരു മനസ്സിന് ചെങ്കൊടി കണ്ടാലും രക്തസാക്ഷി മണ്ഡപം കണ്ടാലും അറിയാതെ മുദ്രാവാക്യം വിളിച്ചു പോകും. അങ്ങനെയുള്ളൊരു സ്വഭാവക്കാരനാണ് ജി സുധാകരൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കോൺഗ്രസുമായി ഒത്തുപോകാൻ അദ്ദേഹത്തിന് കഴിയില്ല. അദ്ദേഹം പറയുന്ന ആദർശം വിട്ടൊരു കളിയില്ല, ആദർശത്തിലൊരു വ്യത്യാസവും. പിന്നെ എന്താ ഉണ്ടായത്? പാർട്ടി ചതിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എത്തിയിട്ടുള്ള പൊസിഷൻ അദ്ദേഹം തന്നെ വേണ്ടാന്ന് വെച്ചതല്ലേ? സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് അദ്ദേഹത്തെ നിർദ്ദേശിച്ച സമയത്ത് ഞാനില്ല എന്ന് പറഞ്ഞതല്ലേ?
വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ ചതിച്ചു എന്ന് പറയുന്നത് എന്താ? ഏത് പദവിയാണ് അദ്ദേഹത്തിന് കിട്ടാത്തത്? ഏത് സ്ഥാനമാണ് അദ്ദേഹത്തിന് കിട്ടാത്തത്? എല്ലാവർക്കും കിട്ടുന്നുണ്ടോ ഈ സ്ഥാനം? ഭുവനേശ്വരം കേസ് വീട്ടിൽ ആഞ്ഞിലത്തടി വെട്ടി നടത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പം പറയുന്നതല്ല, അതെനിക്ക് കുറേ കഥകളുണ്ടാവും. അല്ലാതെ നീതി ചെയ്യാൻ പറ്റില്ലല്ലോ. ഭുവനേശ്വരനോട് നീതി ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള കുറേ കഥകൾ പറയേണ്ടി വരും. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. അദ്ദേഹം പറയുന്നത് അല്ല, സ്വതന്ത്രനായിട്ട് മത്സരിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണി അതിനെ സംബന്ധിച്ച് പരിശോധിക്കാമെന്നും പറഞ്ഞു. പിന്നെ വലിയൊരു ആലോചനേൻ്റെ ആവശ്യമില്ലല്ലോ, ഇവിടത്തേക്കാണ് പോകുന്നത് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ സേവനം, അദ്ദേഹത്തിൻ്റെ തന്നെ സഹപ്രവർത്തകനും അദ്ദേഹത്തിൻ്റെ തന്നെ ജൂനിയറുമായ MA ബേബി അടക്കം എടുത്തെടുത്ത് പറഞ്ഞതല്ലേ. CM നേരിട്ട് വിളിച്ചിരുന്നില്ല അദ്ദേഹത്തിന് അസുഖം വന്ന സമയത്ത് പോയി കണ്ടതല്ലേ ഇല്ലേ? ഇതിനേക്കാളപ്പുറം എന്താ ചെയ്യാൻ പറ്റുക? എല്ലാവർക്കും കിട്ടുന്നുണ്ടോ ഈ പരിഗണന? അവിടെയുള്ള പാർട്ടീൻ്റെ നേതാക്കന്മാരൊക്കെ പോയില്ല. ഇനി എന്തെങ്കിലും തെറ്റ് പറ്റിയെന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹം രക്തസാക്ഷികളെയാണ് ഓർക്കേണ്ടത്. ഞങ്ങളൊക്കെ അങ്ങനെയാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് സജീവമായിട്ട് നിൽക്കുന്ന ഘട്ടത്തിൽ പല അനുഭവങ്ങളും ഉണ്ടാകും പലർക്കും. അതിന് പാർട്ടിയിൽ നിന്ന് വിട്ടുപോകാം. ഒരു നേരം രക്തസാക്ഷികളെ ഓർത്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ പോയി കിട്ടൂല. ഞാനൊക്കെ ചെയ്യാതെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു രക്തസാക്ഷിൻ്റെ മുഖമായിരിക്കും എൻ്റെ മുമ്പിൽ ഉണ്ടാവുക. മാർച്ചിൻ കോർക്കിൻ്റെ അമ്മ വായിച്ചിട്ടുണ്ട് ഉണ്ടോ? പാർലമെന്ററി മോഹം കൊണ്ട് ആദർശങ്ങളെ കളഞ്ഞു കുളിക്കുകയാണ് സുധാകരൻ എന്ന് പറയാല്ലേ? അതല്ലേ അദ്ദേഹം തെളിയിക്കുന്നത്. അല്ലാതെ അദ്ദേഹം മത്സരിക്കണമെന്നുള്ളൊരു താല്പര്യം സാധാരണ നിലയിൽ അങ്ങനെ അദ്ദേഹം പറയില്ല. ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ. ഏതെങ്കിലും ആൾക്കാർ പറയും എന്നെ നിങ്ങൾ MLA ആക്കണോ പറയില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ എവിടെ എത്തി എന്നുള്ളതിൻ്റെ തെളിവാണ്. അങ്ങനെ ആകാൻ പാടില്ലാത്ത ഒരാളാണ് G. സുധാകരൻ എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ എല്ലാ ഘട്ടത്തിലും ബഹുമാനിച്ചതും ആദരിച്ചതും പിന്നെ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചതും. ഈ ഒരവസ്ഥയിലേക്ക് എത്തേണ്ടിയിരുന്നില്ല. ഓക്കെ, വെല്ലുവിളി ഇല്ല, അത് വെല്ലുവിളി ആയില്ലെന്ന് മാത്രമല്ല, കോൺഗ്രസിനാണ് ഇതിൻ്റെ അപകടം ഉണ്ടാകാൻ പോകുന്നത്. സുധാകരനേക്കാളും കോൺഗ്രസിനായിരിക്കും ഇതിൻ്റെ അപകടം ഉണ്ടാകാൻ പോകുന്നത്. അത് ടാങ്ക് ഓവർഫ്ലോ ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ വഴിയില്ലല്ലോ.